NCCയുടെ 4th ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ആദ്യം തന്നെ നമുക്ക് ഹ്യൂമൻ ബോഡിയും റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും പഠിക്കാം. സ്കെലട്ടൺ സിസ്റ്റം. ഒരു അഡൽട്ട് ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 206 ബോണുകളുണ്ട്. ഈ ബോണുകളെ ലൂസ്ലി അറേഞ്ച്ഡ് ബോൺസ് എന്നും ഡെൻസ്ലി അറേഞ്ച്ഡ് ബോൺസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൂസ്ലി അറേഞ്ച്ഡ് ബോൺസ് ആർ ഓൾസോ നോൺ ആസ് സ്പോഞ്ചി ബോൺസ്. അതുപോലെ തന്നെ ഡെൻസ്ലി അറേഞ്ച്ഡ് ബോൺസ് ആർ ഓൾസോ നോൺ ആസ് കോമ്പാക്ട് ബോൺസ്. ലൂസ്ലി അറേഞ്ച്ഡ് ബോൺസിന്റെ മറ്റൊരു പേരാണ് സ്പോഞ്ചി ബോൺസ് എന്നത്. അതുപോലെ തന്നെ കോമ്പാക്ട് ബോൺസിന്റെ മറ്റൊരു പേരാണ് ഡെൻസ്ലി അറേഞ്ച്ഡ് ബോൺസ് എന്നുള്ളത്. ഡെൻസ്ലി അറേഞ്ച്ഡ് ബോൺസിന്റെ മറ്റൊരു പേരാണ് കോമ്പാക്ട് ബോൺസ് എന്നുള്ളത്. ഈ ബോണുകൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രെയിന്, സ്പൈനൽ കോഡ്, ഹാർട്ട്, ലങ്സ്, ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു. ഈ രണ്ട് ബോണുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ജോയിൻസ്. രണ്ട് ബോണുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ജോയിൻസ്. ഇനി നമുക്ക് ഈ ബോണുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തേത് ലോങ് ബോൺസ്, രണ്ടാമത്തേത് ഷോർട്ട് ബോൺസ്, മൂന്നാമത്തേത് ഫ്ലാറ്റ് ബോൺസ്, നാലാമത്തേത് ഇറഗുലർ ബോൺസ്, അഞ്ചാമത്തേത് സീസ്പെഡിക് ബോൺസ്. ഇങ്ങനെ 5 ആയിട്ടാണ് ബോണുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ ബോൺസ് ആൻഡ് സീസ്മോഡമിക് ബോൺസ്. ഇനി നമുക്ക് മസ്കുലാർ സിസ്റ്റത്തിലേക്ക് കടക്കാം. മസ്കുലാർ സിസ്റ്റം മെയിൻലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: വോളണ്ടറി മസിൽസ്, ഇൻവോളണ്ടറി മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. വോളണ്ടറി മസിൽസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാൻ പറ്റിയ മസിൽസ്. നമുക്ക് കൈ അനക്കാം, നടക്കാം, കാലനക്കാം അല്ലെ. അതൊക്കെ വോളണ്ടറി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതൊക്കെ വോളണ്ടറി മസിൽസ് ആണ്. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ലങ്സ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതിനെയൊക്കെയാണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് ഓർഗൻ സിസ്റ്റത്തിലേക്ക് കടക്കാം. മെയിൻലി 5 ടൈപ്പ് ഓർഗൻ സിസ്റ്റം ആണുള്ളത്. ആദ്യം നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് കടക്കാം. സർക്കുലേറ്ററി സിസ്റ്റത്തില് 3 പാർട്സ് ആണുള്ളത്. ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർട്ടാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ മെയിൻ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത്. ഹാർട്ടാണ്. ഹാർട്ടിന് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടുന്നത് ലങ്സ് വഴിയാണ്. ഈ ഹാർട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്, ഹ്യൂമൻ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ഇൻസൈഡ് ദ തൊറാക്സ്, ബിറ്റ്വീൻ ദ ലങ്സ്. ലങ്സിനാൽ ചുറ്റപ്പെട്ട തൊറാക്സിനകത്താണ് ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമനിലെ നമ്മുടെ ഹാർട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ. മെയിൽസിന്റെ ഹേർട്ടിന് 300 ഗ്രാം വരെ വെയിറ്റും ഫീമെയിൽസിന്റെ ഹേർട്ടിന് 250 ഗ്രാം വെയിറ്റും വരെയാണ് ഉള്ളത്. ഹേർട്ടിനെ 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ലെഫ്റ്റ് കമ്പാർട്ട്മെന്റും റൈറ്റ് കമ്പാർട്ട്മെന്റും. ലെഫ്റ്റ് കമ്പാർട്ട്മെന്റിലാണ് ഹേർട്ടിന്റെ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഉള്ളത്. അതുപോലെ തന്നെ റൈറ്റ് കമ്പാർട്ട്മെന്റിലാണ് ഇംപ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഉള്ളത്. നമുക്ക് ഓർത്ത് വെക്കാം, ഹേർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഹേർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഉള്ളത്. ഇനി ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ബ്ലഡ് പ്ലേ മെയിൻ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് അവർ ലൈഫ്. ബ്ലഡിന്റെ വേറൊരു പേരാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ബ്ലഡിന്റെ വേറൊരു പേരാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത് മെയിൻ ആയിട്ടുള്ള കുറെ റോൾ വഹിക്കുന്നുണ്ട്. ഈ ബ്ലഡിന്റെ മെയിൻ വോളിയം, ടോട്ടൽ വോളിയം കൺസിസ്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ഹീമോഗ്ലോബിൻ ഗിവ്സ് റെഡ് കളർ ടു ദി ബ്ലഡ്. അപ്പൊ അവിടെ ഒരു പിഗ്മെന്റേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ബ്ലഡിലെ പിഗ്മെന്റേഷൻ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ ഇറ്റ് പ്രസന്റ് ആസ് റെഡ് കളർ. അതുകൊണ്ടാണ് അതിന് റെഡ് കളർ വന്നത്. ഇനി ബ്ലഡ് വെസൽസിനെ പറ്റി പറയാം. 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണ് ബ്ലഡിലുള്ളത്. ഒന്നാമത്തേത് ആർട്ടറീസ്. ആർട്ടറീസിലാണ് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഉള്ളത്. അത് ഹേർട്ടിൽ നിന്ന് ഡിഫറെന്റ് പാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പിന്നെ കാപ്പിലറീസ്. കാപ്പിലറീസ് ഈ വെയിൻസിന്റെയും ആർട്ടറീസിന്റെയും ഒരു കമ്പൈൻ ആണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഈ കാപ്പിലറീസിലാണ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് വിത്ത് റെസ്പെക്ട് ടു കാർബൺ ഡയോക്സൈഡ് നടക്കുന്നത്. ഓക്സിജന്റെയും ന്യൂട്രിയൻസിന്റെയും എക്സ്ചേഞ്ച്, കാർബൺ ഡയോക്സൈഡുമായിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നത് കാപ്പിലറീസിൽ വെച്ചിട്ടാണ്. മൂന്നാമത്തേതാണ് വെയിൻസ്. ഇംപ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഹേർട്ടിൽ നിന്ന് ഹെഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെയിൻസ് വഴിയാണ്. മെയിൻ ആയിട്ട് 2 പാർട്സ് ആണ് വെയിൻസിലെ. മെയിൻ വെയിൻസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആൻഡ് ഇന്റീരിയർ വീനക്കാവയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തേത് നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്.
എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ദ റിമൂവൽ ഓഫ് വേസ്റ്റ് ഫ്രം അവർ ബോഡി. മെയിൻലി 2 ടൈപ്പ് എക്സ്ക്രീഷൻ ആണ് നമുക്ക് ബോഡിയിലുള്ളത്. ഒന്ന് കിഡ്നി വഴിയും ഒന്ന് സ്കിൻ വഴി. സ്കിൻ നമ്മൾ സ്വെറ്റ് ചെയ്യില്ലേ, വേർക്കില്ലേ, അതാണ് സ്കിൻ വഴിയുള്ള എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് ഇൻ ടു സിമ്പിൾ ഫുഡ് സബ്സ്റ്റൻസസ്. നമ്മുടെ ബ്ലഡിലേക്കും അതുപോലെ തന്നെ മറ്റവയവങ്ങളിലേക്കും യൂട്ടിലൈസ് ചെയ്യാം. ഈ ഫുഡിൽ നിന്ന് ഈ ന്യൂട്രിയൻസും അതുപോലെ തന്നെയുള്ള പ്രോട്ടീൻസും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് ആക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, 4മത്തേതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ്പിറേഷനും. ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഓക്സിജൻ ഫ്രം ദി ഫ്രഷ് എയർ ആൻഡ് ദ റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി ടിഷ്യൂ. ഫ്രഷ് എയറിൽ നിന്നുള്ള ഓക്സിജനെ സ്വീകരിച്ച് ടിഷ്യൂസിലുള്ള കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലല്ല ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിന് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് നോസ്, ഫയറിങ്സ്, ലാരിങ്സ്, ട്രക്യ, ബ്രോങ്കി ആൻഡ് ലങ്സ്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സിസ്റ്റം ആണ് നെർവസ് സിസ്റ്റം. നെർവ്സ് എന്ന് പറയുന്ന ഒരു സിൽവർ ലൈക്ക് ത്രെഡ് ആണ് കണക്ടഡ് ഫ്രം ദി ബ്രെയിൻ. ബ്രെയിനിന് കണക്ഷൻ കൊടുക്കുന്ന സിൽവർ ലൈക്ക് ത്രെഡിന് പറയുന്ന പേരാണ് നെർവ്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് നെർവ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, 2 സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് 2 ഓർഗൻസേ ഉള്ളൂ, ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും കുറെ കണക്ഷൻസ് ഓർഗൻസിലേക്ക് കൊടുക്കണം. ആ കണക്ഷൻസിനാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പെരിഫറൽ ഔട്ട്ഷൂട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം വഴിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. ഹൈജീൻ റിഫേഴ്സ് ടു ദ ക്ലീൻലിനെസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ശുചിത്വത്തിനെയാണ് ഹൈജീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാനിറ്റേഷൻ റിഫേഴ്സ് ടു ദ ക്ലീൻലിനെസ് ഓഫ് ദി എൻവയോൺമെന്റ്. പരിസ്ഥിതിയുടെ മൊത്തം ശുചിത്വത്തിനെയാണ് സാനിറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ കമ്പോണൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീന്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് സ്ലീപ്പ് ആണ്. ദിവസം 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് ബാത്ത് ആണ്. പറ്റുമെങ്കിൽ ഒരു ദിവസം 2 നേരം കുളിക്കണം, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം. മൂന്നാമത്തേന്ന് പറയുന്നത് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ്. സമയത്ത് ആഹാരം കഴിക്കുകയും അതുപോലെ തന്നെ ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കുകയും ചെയ്യണം. നാലാമത്തേന്ന് പറയുന്നത് എക്സർസൈസ് ആണ്, വ്യായാമം ചെയ്യണം. അഞ്ചാമത്തേന്ന് പറയുന്നത് കെയർ ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ഹെയർ, ടീത്ത് ആൻഡ് സ്കിൻ. നമ്മുടെ സ്കിന്നും നമ്മുടെ മുടിയും നമ്മുടെ ടീത്തും എപ്പോഴും ക്ലീൻ ആക്കി വെക്കുകയും അതിനൊരു കെയർ കൊടുക്കുകയും ചെയ്യണം. ഇനി നമ്മൾ പോകുന്ന ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് വാട്ടർ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് അബണ്ടന്റ് ആയിട്ട് പ്ലെന്റി ആയിട്ട് വാട്ടർ കിട്ടുന്നത്? 3 സോഴ്സുകളാണുള്ളത്. ഒന്നാമത്തെ സോഴ്സ് ആണ് റെയിൻ വാട്ടർ, മഴവെള്ളം. രണ്ടാമത്തെ സോഴ്സ് ആണ് സർഫസ് വാട്ടർ. നമുക്കുള്ള സ്ട്രീംസ്, ലേക്സ്, റിവേഴ്സ് അതൊക്കെ സർഫസ് വാട്ടറിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്, കുഴൽ കിണർ, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടർ, ജലം, അത് ശുദ്ധീകരിച്ചതാണോ അല്ലെങ്കിൽ അത് പ്യൂരിഫൈഡ് ആണോ അല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഏതാനും കുറച്ച് മെത്തേഡ്സ് പരിചയപ്പെടാം. ഒന്നാമത്തേന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ് ബോയിലിംഗ് ഓഫ് വാട്ടർ. വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് കാണത്തില്ലാത്ത കുറെ മൈക്രോ ഓർഗാനിസംസും ജെംസും ഒക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകും. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡാണ് പിങ്കിങ്. പിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടറിനകത്തേക്ക്, ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയ വാട്ടർ ആണെങ്കിലും അതിനകത്തേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്തിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തെ പ്രോസസ് ആണ് ക്ലാരിഫിക്കേഷൻ. ക്ലാരിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ത്രൂ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ വഴി വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ മെത്തേഡാണ് ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടറിനകത്തേക്ക് കാൽക്കുലസ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്തിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടറിനകത്തേക്ക് ഒന്നെങ്കിൽ ക്ലോറിൻ പൗഡറോ ക്ലോറിൻ ഗ്യാസോ ബ്ലീച്ചിങ് പൗഡറോ ആഡ് ചെയ്തിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ഇനിയുള്ള സ്റ്റെപ്പാണ് പ്രസിപ്പിറ്റേഷൻ.
പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടറിനകത്തേക്ക് അലമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസോ യൂസ് ചെയ്തിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഈ മെത്തേഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ടറിനകത്തേക്ക് ബ്ലീച്ചിങ് പൗഡറും പൊട്ടാസ്യം പെർമാംഗനേറ്റും അയഡിനും അപവും കൂടി ആഡ് ചെയ്തിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ടോപ്പിക്കാണ് മെയിൻ കമ്പോണൻസ് ഓഫ് ഫുഡ് ഹൈജീൻ. ഫുഡ് ഹൈജീന്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? ആദ്യത്തേന്ന് പറയുന്നത് മിൽക്ക് ഹൈജീൻ ആണ്. മിൽക്ക് ഹൈജീനിന് കുറെ സബ് പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേന്ന് പറയുന്നത് നമുക്കറിയാം, പാല് കിട്ടുന്നത് ഒന്നെങ്കിൽ ആടിൽ നിന്നോ അല്ലെങ്കിൽ പശുവിൽ നിന്നോ ആയിരിക്കും. അവർ താമസിക്കുന്ന അവരുടെ ആ വീട്, അവരുടെ ആ കൂട് എപ്പോഴും ഡിസിൻഫെക്റ്റഡ് ആയിരിക്കണം. എല്ലാവിധ കീടാണുക്കളിൽ നിന്നും അത് ഡിസിൻഫെക്റ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ അവിടെ ഉണ്ടായിരിക്കണം. സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു ക്ലീൻ സർഫസ്, ക്ലീൻ ഏരിയ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തേന്ന് പറയുന്നത് ഈ പശുവിന്റെയും ആടിന്റെയും ഒക്കെ പാല് കറക്കുന്ന വ്യക്തി, അയാൾ എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്നും ഫ്രീഡം ഉള്ള ആയിരിക്കണം. എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ മിൽക്ക് പാല് കറന്നെടുക്കുന്ന ആ പാത്രം ഡിസിൻഫെക്റ്റഡ് ചെയ്തിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ അവരുടെ ആ കൂട്ടിലേക്ക് 130 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറച്ച് സമയത്തേക്ക് ഒരു 2 സെക്കൻഡ് 130 ഡിഗ്രി സെൽഷ്യസ് കടത്തി വിട്ടിട്ട് അവിടെയുള്ള കീടാണുക്കളെയും പാത്തോജൻസിനെയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പൊ മിൽക്ക് ഹൈജീൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് മീറ്റ് ഹൈജീൻ ആണ്. മീറ്റ് ഹൈജീൻ ഉണ്ട്, ഫിഷ് ഹൈജീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഹൈജീൻ ഉണ്ട്, ഹൈജീൻ ഓഫ് ഈറ്റിംഗ് പ്ലേസ് ഉണ്ട്, ഹൈജീൻ ഓഫ് ഫുഡ് സപ്ലയർ ഉണ്ട്. ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസ് പഠിക്കേണ്ട, ഈ മെയിൻ പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ്. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് വായിക്കാം, നിങ്ങൾ അതൊക്കെ ആൻസർ എഴുതിയെടുക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? 4 പോയിന്റ് ആണുള്ളത്, എഴുതി വെക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ടു മെയിൻറ്റെയിൻ എ ഗുഡ് ആൻഡ് ക്ലീൻ ഫൈക്യൂം. നമ്മുടെ ശരീരഘടന, ശരീരപ്രകൃതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ അത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ നമുക്ക് പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഗുഡ് മസ്കുലാർ സ്ട്രെങ്ത്, ഗുഡ് മസിൽ സ്ട്രെങ്ത്. നമുക്ക് മസിൽ സ്ട്രെങ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് ടു മെയിൻറ്റെയിൻ ക്ലീൻ മൗത്ത് ആൻഡ് ടീത്ത്. നമ്മുടെ മൗത്തും നമ്മുടെ ടീത്തും ഒക്കെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും. നാലാമത്തെ പോയിന്റ് ടു മെയിൻറ്റെയിൻ റെസിസ്റ്റൻസ് ടു പ്രിവെന്റ് ഇൻഫർമേഷൻസ്. അപ്പം പാത്തോജൻസിൽ നിന്നും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ബാക്ടീരിയസിൽ നിന്നും നമുക്കൊരു പ്രിവെൻഷൻ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു എൻഷുർ പേഴ്സണൽ ഹൈജീൻ ഇൻ NCC ക്യാമ്പ്. NCC ക്യാമ്പുകളിൽ നമുക്ക് ഇങ്ങനെ പേഴ്സണൽ ഹൈജീൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന്റെ ആൻസർ ഇതാണ്, നമുക്ക് നോക്കാം. ടു എൻഷുർ കെയർ ആൻഡ് ക്ലീൻലിനെസ് ടു ഓൾ ദി കേഡറ്റ്സ്. എല്ലാ കേഡറ്റ്സിനും കെയറും അതുപോലെ തന്നെ വൃത്തിയും ശുചിത്വവും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് എൻഷുർ ബാത്തിങ് എവറിഡേ. അവർക്ക് കുളിക്കാനുള്ള സൗകര്യം എന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആഡിക്വേറ്റ് എക്സസൈസ്, വ്യായാമം ചെയ്യാൻ അവർക്ക് പറ്റും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ കുക്ക്ഡ് ഫുഡ് ആൻഡ് ന്യൂട്രിയന്റ് ഫുഡ് ഈസ് സെർവ്ഡ്. നല്ല രീതിയിൽ കുക്ക് ചെയ്ത ഭക്ഷണം അതുപോലെ തന്നെ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അഞ്ചാമത്തേന്ന് പറയുന്നത് ആഡിക്വേറ്റ് റെസ്റ്റ്, 7 to 8 hours സ്ലീപ്പ്. 7 മുതൽ അല്ലെങ്കിൽ ഒരു 8 hours അവരുടെ സ്ലീപ്പ് ഉറങ്ങാൻ വിട്ടുകൊണ്ട് നമുക്ക് അവർക്ക് റെസ്റ്റ് എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. വേസ്റ്റ് മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാൻ അവർക്ക് നമുക്ക് എൻഷുർ ചെയ്യാം. എൻഷുർ പ്രിവെന്റീവ് മെഷർ എഗനസ്റ്റ് ഡിസീസസ്. അപ്പൊ ഇങ്ങനെയുള്ള പാത്തോജൻസിനെയും ബാക്ടീരിയസിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ്. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ അത് എഴുതിയെടുക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നത് വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഗുഡ് ഹെൽത്തിന് വേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ആബ്സെൻസ് ഓഫ് ഡിസീസസ്. നമുക്ക് ഒരു വിധത്തിലുള്ള ഡിസീസസും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് എബിലിറ്റി ടു വർക്ക് ഹാർഡ് വിത്ത് എഫിഷ്യൻസി ആൻഡ് എൻതൂസിയാസം. എഫിഷ്യൻസി, കൃത്യനിഷ്ഠയോടെയും അതുപോലെ തന്നെ ആവേശത്തോടെയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു എബിലിറ്റി അതുണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു എൻജോയ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും ഒക്കെ സഹിക്കാനുള്ള നമുക്കൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം, ഒരു കഴിവുണ്ടായിരിക്കണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിയർഫുൾനെസ് ആണ്. എപ്പോഴും ഒരു സന്തോഷം, ഒരു പ്രസരിപ്പൊക്കെ ഉണ്ടാവണം.
നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറേജ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫ്രീഡം ഫ്രം ആൻസൈറ്റി. ഉത്കണ്ഠയിൽ നിന്നുള്ള ഒരു ഫ്രീഡം, ഒരു വിടുതൽ നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സ്വയമേ നിയന്ത്രിക്കാൻ പറ്റണം, അതുപോലെ തന്നെ സ്വയമേ ഒരു വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൻസ് ഓഫ് വെൽബീങ്. സഹാനുഭൂതി ഉണ്ടായിരിക്കണം മറ്റുള്ളവരോടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് വോൾസം മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ആരോഗ്യപരമായ ഒരു മാനസിക നില ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്തി മൈൻഡ്? ഹെൽത്തി മൈൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് നോർമൽ അപ്പറ്റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു വിശപ്പ്. അധിക വിശപ്പ് ഉണ്ടാവാൻ പാടില്ല, നമുക്ക് വിശപ്പില്ലായ്മയും പാടില്ല. നോർമൽ ആയിട്ടുള്ള വിശപ്പ് ഉണ്ടാവണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാംനെസ്, ഭയങ്കര ശാന്തത ഉണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചിയർഫുൾ ഔട്ട്ലുക്ക്, സന്തോഷപരമായ സമീപനം എല്ലാവരോടും ഉണ്ടായിരിക്കണം. ഗുഡ് ടെമ്പർ, നമുക്ക് നമ്മുടെ ഗുഡ് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യലി അക്സെപ്റ്റഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ. സമൂഹത്തിലെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറെ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, കുറെ ശീലങ്ങളുണ്ടല്ലോ, അതുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് നോർമൽ ഫിസിക്കൽ വയബിലിറ്റി. ഫിസിക്കൽ ആയിട്ടുള്ള വയബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇനി ഡിസീസസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എത്ര രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണെന്നാണ്. അപ്പം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീമെന്റൽ ഡിസീസസ് ആണ്. എക്സ്ക്രീമെന്റൽ ഡിസീസസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. മൂന്നാമത്തേത് കോണ്ടാക്ട് ഡിസീസസ്. നാലാമത്തേത് ഇൻസെക്ട് ബോർൺ ഡിസീസസ്, ഇൻസെക്റ്റിൽ നിന്നുണ്ടാകുന്ന ഡിസീസസ്. നെക്സ്റ്റ് ഡിസീസസ് ആണ് വാട്ടർ ബോൺ ഡിസീസസ്, വാട്ടറിൽ നിന്നുണ്ടാവുന്ന ഡിസീസസ്. പിന്നത്തേതാണ് ആനിമൽ ബോൺ ഡിസീസസ്, ആനിമൽസിൽ നിന്നുണ്ടാവുന്ന ഡിസീസസ്. അപ്പം ഇൻസെക്ട് ബോൺ ഡിസീസസിന്റെ കുറെ ഇൻസെക്റ്റും അവർ പരത്തുന്ന ഡിസീസസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആദ്യത്തെ തന്നെ എഴുതിക്കോളൂ, മൊസ്കിറ്റോ. മൊസ്കിറ്റോ പരത്തുന്ന ഡിസീസസ് ആണ് മലേറിയ, ഡെങ്കി ആൻഡ് ഫിലേറിയ. ഓക്കെ, പിന്നെ സാൻഫ്ലൈ. സാൻഫ്ലൈ എന്ന് പറയുന്ന ഇൻസെക്ട് പരത്തുന്ന ഡിസീസസ് ആണ് സാൻഫ്ലൈ ഫീവർ, കാലാസാർ, ഓറിയന്റൽ സോൾ. ഈ മൂന്നെണ്ണമാണ് സാൻഫ്ലൈ പരത്തുന്ന ഡിസീസസ്. പിന്നെയുണ്ട് ലൈസ്. ലൈസ് പരത്തുന്ന ഡിസീസസ് ആണ് ടൈഫസും റിലാസ്പിംഗ് ഫീവറും. ടൈഫസ് ആൻഡ് റിലാസ്പിംഗ് ഫീവർ. പിന്നെ നാലാമത്തേതാണ് ഫ്ലൈസ്. ഫ്ലൈസ് പരത്തുന്നതാണ് ഡയേറിയം, കോളറയും ടൈഫോയിഡും. ഡയേറിയ, കോളറ ആൻഡ് ടൈഫോയിഡ്. അഞ്ചാമത്തെ ഇൻസെക്ട് ആണ് ഫ്ലൂസ്. ഫ്ലൂസ് പരത്തുന്നതാണ് പ്ലേഗും ടൈഫസും. പ്ലേഗും ടൈഫസും പരത്തുന്ന ഫ്ലൂസ് ആണ്. ഇനി ആറാമത്തെ ഇൻസെക്ട് ആണ് ടിക്സ്. ടിക്സ് പരത്തുന്ന രോഗമാണ് ടൈക്സും റിലാസ്പിംഗ് ഫീവറും. ഓക്കെ, അതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചിരിക്കുക കേട്ടോ. പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ മലേറിയ. മലേറിയനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്കുണ്ടാവുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് DDT സ്പ്രേ. നമുക്ക് DDT സ്പ്രേ യൂസ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്. കൊതുകുവല നമുക്ക് കിടക്കാൻ നേരത്തെ യൂസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് യൂസ് ഓഫ് മൊസ്കിറ്റോ റെപ്പലൻസ്. എന്താ വെച്ചാൽ നമ്മൾ ഗുഡ് നൈറ്റ്, മാക്സ് എന്നൊക്കെ പറയുന്ന ദ്രാവകങ്ങളില്ലേ കൊതുക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കത്തിക്കുന്നത്, അത് യൂസ് ചെയ്യാം. അഞ്ചാമത്തേതാണ് വിയറിംഗ് ഫുള്ളി കവേർഡ് ഡ്രസ്സ്. നമ്മുടെ ശരീരം മുഴുവൻ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് വിയർ ചെയ്യാം. അവോയ്ഡ് സ്റ്റാൻഡ്സ് ആൻഡ് വാട്ടർ നിയർ ലിവിംഗ് ഏരിയാസ്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പ്രേ കെറോസിൻ ഓയിൽ ഇൻ ദ സ്റ്റാഗ്നന്റ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കെറോസിൻ ഓയിൽ സ്പ്രേ ചെയ്തൊഴിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി 2 കോണ്ടാക്ട് ഡിസീസസ്. 2 കോണ്ടാക്ട് ഡിസീസുകളുടെ പേര് എഴുതുക. ഒന്നാമത്തേതാണ് ചിക്കൻ പോക്സ്, രണ്ടാമത്തേതാണ് സൈഫിൽസ്. ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസസും അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്കുള്ള വാക്സിൻസിന്റെ പേരാണ്. അപ്പൊ എഴുതിക്കൊള്ളൂ. ഒന്നാമത്തേത് റൈബിസ്. റൈബിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് റൈബിപൂർ. രണ്ടാമത്തെ ഡിസീസസ് ആണ് ടൈഫോയിഡ്. ടൈഫോയിഡിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് TAB.
മൂന്നാമത്തെ ഡിസീസസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് തന്നെയാണ് വാക്സിന്റെ പേര്. പിന്നെ ടെറ്റനസ്, നാലാമതുള്ളതാണ് ടെറ്റനസ്. ടെറ്റനസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TT എടുക്കും. പിന്നെ പോളിയോ ആണെങ്കിൽ ഓറൽ പോളിയോ എന്ന് പറഞ്ഞ വാക്സിൻ നമ്മൾ എടുക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. റൈറ്റ് ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന രോഗത്തിന്റെ പേര് പറയുക. റിക്കറ്റ്സ് എന്നാണ് രോഗത്തിന്റെ പേര്. പിന്നെ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ലീഫിലി വെജിറ്റബിൾസ് കണ്ടെയ്ൻ ഡാഷ്. ലീഫിലി വെജിറ്റബിൾ കണ്ടെയ്ൻസ് വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഇൻ കോമൺ മെഡിക്കൽ എമർജൻസീസ്. അപ്പൊ അതിനകത്തും കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമുക്ക് പ്രിഫർ ചെയ്യാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിയെടുത്തോളൂ. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെഗ് ഡു നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എയർ. എയറിന്റെ സഫിഷ്യന്റ് സപ്ലൈ നമ്മുടെ കാലിന് കിട്ടാത്ത ആ ഒരു കണ്ടീഷന് പറയുന്ന പേരെന്താണെന്ന്. ആൻസർ ഇതാണ്, അസ്ഫക്സിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ബാൻഡേജ്. ബാൻഡേജിന്റെ യൂസസ് എന്താണ്? ആൻസർ എഴുതിക്കോളൂ. ടു പ്രൊട്ടക്ട് വൂണ്ട് ഫ്രം ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. രണ്ടാമത്തേത് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. രക്തം ഒഴുകുന്നത് നമുക്ക് നിർത്താൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ആൻഡ് ഏർലി ഹീലിംഗ്. നീരുണ്ടാവുന്നതിനുള്ളതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിന്റ് ടു സപ്പോർട്ട് ദ അഫക്റ്റഡ് ഏരിയാസ്. വോണ്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്കൊന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ടു ഇനേബിൾ ദ ഇൻഡിവിജ്വൽ ടു ക്യാരി ഔട്ട് ഹിസ് ഡേ ടു ഡേ റുട്ടീൻ. അവൻ സാധാരണ ഒരു ദിവസം ചെയ്യുന്ന അവന്റെ ഡേ ടു ഡേ റുട്ടീനിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു ബാൻഡേജിന്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വൂണ്ട് ആൻഡ് ഹൗ വിൽ യു ട്രീറ്റ് ദം. എത്ര ടൈപ്പ് വൂണ്ടുകളുണ്ട്, നമുക്ക് അതിനെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന്. 4 ടൈപ്പിലുള്ള വൂണ്ടുകളാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസിസഡ് വൂണ്ട് ആണ്. അതെന്ന് പറയുന്നത് കോസ്ഡ് ബൈ ഷാർപ്പ് ഒബ്ജക്റ്റ്. ഷാർപ്പ് ഒബ്ജക്റ്റ് വഴി നമുക്കുണ്ടാകുന്ന വൂണ്ടിനെയാണ് ഇൻസിസഡ് വൂണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വൂണ്ടാണ് ലാസറേറ്റഡ് വൂണ്ട്. ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത് കോസ്ഡ് ബൈ മിഷ്യൻ ക്ലോസ്. മിഷ്യൻസിന്റെ നഖങ്ങൾ അല്ലെ മിഷ്യൻസിന്റെ തുരുമ്പുകളൊക്കെ കൊണ്ട് നമുക്കുണ്ടാവുന്ന മുറിവുകളാണ് ലാസറേറ്റഡ് വൂണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വൂണ്ടാണ് കണ്ടൻസ്ഡ് വൂണ്ട് കോസ്ഡ് ബൈ ദ ഡയറക്റ്റ് ബ്ലോ ബണ്ട്. ഡയറക്റ്റ് ബ്ലോ ബണ്ട് വഴി നമുക്കുണ്ടാവുന്ന വൂണ്ടുകളെയാണ് കണ്ടൻസ്ഡ് വൂണ്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പഞ്ച്വറേറ്റഡ് വൂണ്ട്. ദ പോയിന്റഡ് ഒബ്ജക്റ്റഡ് സ്മോൾ ഓപ്പണിംഗ് ബട്ട് ആർ ഷാർപ്സ്. ഒരു സ്മോൾ ഓപ്പണിംഗ് വഴിയിട്ട് സ്മോൾ ഒബ്ജക്റ്റ് വഴിയിട്ട് നമുക്കുണ്ടാവുന്ന വൂണ്ടുകളാണ്, പക്ഷെ അത് വളരെ ഷാർപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഹൗ ക്യാൻ വി ട്രീറ്റ്, നമുക്കതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്ലേസ് കാഷ്വാലിറ്റി ഇൻ സ്യൂട്ടബിൾ പൊസിഷൻ, ഡു നോട്ട് മൂവ്. അപ്പൊ നമുക്കൊരു വൂണ്ട് ഉണ്ടായ പേഴ്സണിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അത്യാഹിത വിഭാഗം അവിടെ ഉണ്ടാക്കാം. അതിനെ പക്ഷെ ആ പേഴ്സണെ മൂവ് ചെയ്യിക്കാതെ തന്നെ അവിടെ അടക്കി നിർത്തിയിട്ട് നമുക്ക് അവിടെ ഒരു കാഷ്വാലിറ്റി നിർമ്മിക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് എലിവേറ്റ് ബ്ലീഡിംഗ് പാർട്ട്. ബ്ലീഡ് ചെയ്യുന്ന ഭാഗം, ഇപ്പൊ മുറിഞ്ഞ ഭാഗം നമ്മൾ പൊക്കി പിടിക്കുക. കൈയൊക്കെ മുറിയാണെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണ് എക്സ്പോസ് ദ വൂണ്ട്, റിമൂവ് വിസിബിൾ ബോഡീസ്. അപ്പം നമ്മൾ ആദ്യം തന്നെ വൂണ്ട് കെട്ടാതെ ആ മുറിവിന്റെ പുറത്തുള്ള ചുറ്റുമുള്ള ഫോറിൻ ബോഡീസിനൊക്കെ റിമൂവ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് കവർ ദ വൂണ്ട് വിത്ത് ക്ലീൻ ഡ്രസ്സിംഗ്. നല്ലൊരു തുണി വെച്ച് ക്ലീൻ നന്നായിട്ട് കെട്ടുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്? എത്ര ടൈപ്പ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉണ്ട്? അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്, if there is any irregularity in breathing or cardiac arrest, artificial respiration is given. If it is given currently and in the time, the person life can be saved. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണ്, ഇപ്പൊ ഷോക്ക് അടിച്ച് വീഴുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുകയാണ്, അപ്പൊ നമുക്ക് സ്വയമേ ശ്വാസം എടുക്കാൻ പറ്റില്ല എങ്കിൽ, ഇപ്പം അഫക്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു പേഷ്യന്റിന് സ്വയമേ ശ്വാസം എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കാം. അതിനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വഴി മേ ബി ഒരു പക്ഷെ നമുക്ക് പേഴ്സണെ ജീവിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും.
3 തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹോൾക്കർ നെൽസൺ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഷീഫേഴ്സ് മെത്തേഡ്. അപ്പൊ 3 മെത്തേഡുകളാണ്: മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്, ഹോൾക്കർ നെൽസൺ മെത്തേഡ്, ഷീഫേഴ്സ് മെത്തേഡ്. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഓഫ് യോഗ ആൻഡ് എക്സസൈസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. വാട്ട് ആർ ദി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് യോഗ ഫോർ അഡൾട്ട്സ്? മുതിർന്നവർക്ക് യോഗം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആൻസർ എഴുതിയെടുത്തോളൂ. Many yoga practitioners has reported musculoskeletal and mental health improvements as well as reduced symptoms of asthma in asthmatics. ആസ്മ രോഗമുള്ളവർക്ക് അവരുടെ ആ രോഗത്തിന്റെ സിംറ്റംസ്, അവരുടെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് അത് കുറച്ചുകൊണ്ട് വരാനും, അതെന്ന് വെച്ചാൽ ആസ്മ രോഗം കുറച്ചുകൊണ്ട് വരാനും, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെയും സ്കെലറ്റൻസിന്റെയും സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഈ യോഗ കഴിയുമെന്നാണ് യോഗ പ്രാക്ടീഷണേഴ്സ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: 3 main focus areas of Hatha Yoga make it beneficial those who suffering from heart diseases. ഹൃദയ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ഹത്യ യോഗയുടെ 3 ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ബ്രീത്തിങ്ങും എക്സസൈസും മെഡിറ്റേഷനുമാണ്. ഈ 3 ഫോക്കസ് ഏരിയ വഴി അവരുടെ ആ ഹൃദ്രോഗം കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: ഫോർ ക്രോണിക് ലോ ബാക്ക് പെയിൻ, സ്പെഷ്യലിസ്റ്റ് യോഗ ഫോർ ഹെൽത്തി ലോവർ ബാക്ക് ഹാസ് ബീൻ ഫൗണ്ട് 30% മോർ ബെനിഫിഷ്യൽ. എന്ന് വെച്ചാൽ ഈ പുറം വേദനയുള്ളവർക്കൊക്കെ, നടുവിന് വേദനയുള്ളവർക്കൊക്കെ ഈ യോഗ ചെയ്യുന്നത് വഴി അവരുടെ വേദനയുടെ 30% വരെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നാണ് ഈ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നവര് നമ്മളോട് പറയുന്നത്. There has been an emergence of study investigating yoga for the complementary intervention for cancer patients. ക്യാൻസർ പേഷ്യൻസിന് യോഗ ചെയ്യുന്നവര് അവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്, സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അവർക്കൊരു റിലാക്സേഷൻ കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ആണ്. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് MBSR ആണ്, മൈൻഡ്ഫുൾ ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് MBSRന്റെ ഫുൾ ഫോം. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: Which asanas helpful for curing ailments and maintaining good health? യോഗയിൽ കുറെ ആസനാസ് ഉണ്ടല്ലേ. ഈ യോഗാസനത്തിൽ ഏതൊക്കെയാണ് ക്യൂറിംഗ് ആലിയൻസ്, രോഗങ്ങളിൽ നിന്നൊരു സൗഖ്യം, അതുപോലെ തന്നെ ഗുഡ് ഹെൽത്തിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന യോഗാസനാസ് ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് യോഗാസനാസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും അറിയാവുന്നത് നമുക്ക് ഓർത്തിരിക്കുന്നത് പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് പദ്മാസനയാണ്. രണ്ടാമത്തേത് ബാധ പദ്മാസന. മൂന്നാമത്തേത് സിദ്ധാസന. നാലാമത്തേത് ജൈൻ മുദ്ര. നെക്സ്റ്റ് വൺ ത്രികോണാസന. അത് കഴിഞ്ഞിട്ട് വരുന്നത് അർദ്ധചന്ദ്രാസന. പിന്നെ വരുന്നത് സൂര്യ നമസ്കാര. അത് കഴിഞ്ഞിട്ട് ശവാസന. അത് കഴിഞ്ഞിട്ട് വിജ്രാസന. നെക്സ്റ്റ് ഗോമുഖാസന. പിന്നെ ചക്രാസന, ഹലാസന. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. ആദ്യം നമ്മൾ പഠിച്ചത് ഹ്യൂമൻ സ്കെലട്ടൺ സിസ്റ്റത്തിനെ കുറിച്ചാണ്, ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് യോഗ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഏകദേശം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പൊ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.